We shall now discuss about refrigerator or heat pump. Refrigerator or heat pump എന്ന് പറയുന്നത് it is a reverse of a heat engine. It also has three parts: hot reservoir at a high temperature T1 Kelvin. Then there is a working substance in which a refrigerant like freon is taken. Then there is a cold reservoir at a lower temperature T2 Kelvin. അപ്പോൾ ഇതിൽ ഹീറ്റ് ഈസ് പമ്പ്ഡ് ഔട്ട് ഫ്രം ദ കോൾഡ് റിസർവോയർ. അപ്പോൾ കോൾഡ് റിസർവോയർ എന്ന് പറയുന്നത് റെഫ്രിജറേറ്ററിൻ്റെ ഇൻസൈഡാണ്. ഉള്ളിലുള്ള ഭാഗത്തിൽ നിന്ന് Q2 ഹീറ്റ് ഈസ് പമ്പ്ഡ് ഔട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. അല്ലേ, നമ്മൾ ഈ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നു. വർക്കിംഗ് സബ്സ്റ്റൻസ് എക്സ്റ്റേണൽ വർക്ക് ചെയ്യുമ്പോൾ അത് കോൾഡ് റിസർവോയറിൽ നിന്ന് ഹീറ്റ് പുറത്തേക്ക് പമ്പ് ചെയ്ത് കളയുന്നു, ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. Q2 ഹീറ്റ് അബ്സോർബ് ചെയ്ത് ആൻഡ് ഇറ്റ് ഈസ് സെൻഡ് ബാക്ക് ടു ദ ഹീറ്റ് ഈസ് റിജക്റ്റഡ് ഇൻ ടു ദ ഹോട്ട് റിസർവോയർ. അപ്പോൾ നമുക്കറിയാം റെഫ്രിജറേറ്ററിൻ്റെ ബാക്ക് സൈഡിൽ ഒരു മെറ്റാലിക് ഗ്രിഡ് അല്ലെങ്കിൽ മെറ്റൽ പ്ലേറ്റ് കാണാം. റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യുമ്പോൾ ആ മെറ്റൽ പ്ലേറ്റ് ചൂടാവുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ റെഫ്രിജറേറ്റർ എപ്പോഴും ചുമര് ചേർത്തി വെക്കാതെ കുറച്ച് സ്പേസ്, ആ ഹീറ്റിന് എസ്കേപ്പ് ചെയ്യാനുള്ള സ്പേസ് വിട്ടിട്ടാണ് റെഫ്രിജറേറ്റർ വെക്കുക, അല്ലേ. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് ഹീറ്റ് വലിച്ചെടുക്കുന്നു. ഇലക്ട്രിക്കൽ എനർജിയാണ് എക്സ്റ്റേണൽ വർക്ക്. ആ ഇലക്ട്രിക്കൽ എനർജിൻ്റെ സഹായത്തോടുകൂടെ ഉള്ളിൽ നിന്ന് ഹീറ്റ് Q2 വലിച്ചെടുത്ത് പുറത്തേക്ക് വിടുന്ന ഹീറ്റാണ് Q1. അപ്പോൾ റെഫ്രിജറേറ്ററിൻ്റെ വർക്കിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സെക്കൻഡ് ലോയിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് കോൾഡ് ബോഡിയിൽ നിന്ന് ഹോട്ട് ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ ഓൾവേസ് സം എക്സ്റ്റേണൽ വർക്ക് ഷുഡ് ബി ഡൺ ഓൺ ദ സിസ്റ്റം. സാധാരണ നിലയിൽ ഹോട്ട് ബോഡിയിൽ നിന്ന് താനെ കോൾഡ് ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും, അല്ലേ, ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചർ. പക്ഷെ തിരിച്ച് നടക്കണമെങ്കിൽ ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹീറ്റ് വലിച്ചെടുത്ത് പുറത്തേക്ക് ഹോട്ട് ബോഡിയിലേക്ക് വിടണമെങ്കിൽ എക്സ്റ്റേണൽ വർക്ക് ഷുഡ് ബി ഡൺ ഓൺ ദി സിസ്റ്റം. സോ ഹിയർ ദ വർക്കിംഗ് സബ്സ്റ്റൻസ് ഈസ് ദി റെഫ്രിജറൻറ്റ്. ഇനി Q2 ഹീറ്റ് അതൊന്ന് അബ്സോർബ് ചെയ്യുന്നു, പ്ലസ് എക്സ്റ്റേണൽ വർക്ക് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചിട്ടാണ് ഈ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്. പ്ലസ് W ഈസ് ഈക്വൽ ടു Q1. ദിസ് ഇസ് ദ ഹീറ്റ് റിജക്റ്റഡ് ടു ദ സറൗണ്ടിങ്സ്. ഇനി ഇവിടെ റെഫ്രിജറേറ്ററിൻ്റെ കേസിൽ നമ്മൾ കോയിഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത്. കോയിഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ആൽഫ, കോയിഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ആൽഫ ഈക്വൽ ടു എഫിഷ്യൻസി പോലെ തന്നെയാണ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് എന്താണ്? കോൾഡ് റിസർവോയറിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് Q2 ഈസ് എ ഔട്ട്പുട്ട്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൊടുക്കുന്ന എക്സ്റ്റേണൽ വർക്ക് ഓർ ഇലക്ട്രിക്കൽ എനർജി. സോ ദ കോയിഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ഓഫ് എ റെഫ്രിജറേറ്റർ, എഫിഷ്യൻസിക്ക് പകരം ഹീറ്റ് എഞ്ചിൻ ആകുമ്പോൾ നമ്മൾ എഫിഷ്യൻസി എന്നുള്ള വാക്കാണ് എഞ്ചിൻ്റെ കേസിൽ ഉപയോഗിക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് റെഫ്രിജറേറ്റർ, കോയിഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ആൽഫ ഈക്വൽ ടു Q2 ബൈ W. ബട്ട് വാട്ട് ഈസ് Q2? Q2 is equal to, W is equal to Q1 minus Q2, അല്ലേ. നമ്മൾ ഇൻ ടേംസ് ഓഫ് ഹീറ്റ് ആണ് എഴുതുക. അപ്പോൾ W എന്നുള്ളതിന് പകരം Q1 മൈനസ് Q2 എന്ന് എഴുതാം. സോ ആൽഫ ഈക്വൽ ടു Q2 ഡിവൈഡഡ് ബൈ Q1 മൈനസ് Q2. ദിസ് ഈസ് ദ ഫോർമുല ഫോർ കോയിഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ഓഫ് എ റെഫ്രിജറേറ്റർ. നൗ ഇൻ ദ കേസ് ഓഫ് ആൻ ഐഡിയൽ റെഫ്രിജറേറ്റർ, ഐഡിയൽ കണ്ടീഷൻസിൽ നമുക്ക് Q2 എന്നുള്ളതിന് പകരം ടെമ്പറേച്ചർ T2 കൊണ്ട് റീപ്ലേസ് ചെയ്യാം, Q1 പകരം T1 കൊണ്ട് റീപ്ലേസ് ചെയ്യാം. സോ ആൽഫ ഈക്വൽ ടു T2 ഡിവൈഡഡ് ബൈ T1 മൈനസ് T2 അണ്ടർ ഐഡിയൽ കണ്ടീഷൻസ്. ടെമ്പറേച്ചർ നമ്മൾ കെൽവിൻ സ്കെയിലിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. സോ എ റെഫ്രിജറേറ്റർ കനോട്ട് വർക്ക് വിത്തൗട്ട് സം എക്സ്റ്റേണൽ വർക്ക് ഡൺ ഓൺ ഇറ്റ്. എക്സ്റ്റേണൽ വർക്ക് എപ്പോഴും ദർ വിൽ ബി സം വാല്യൂ. അത് 0 ആയിക്കഴിഞ്ഞാൽ കോയിഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ഇൻഫിനിറ്റി ആയി. ബട്ട് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഓൾവേസ് എക്സ്റ്റേണൽ വർക്ക് ഹാസ് ടു ബി ഡൺ ഇൻ ഓർഡർ ടു ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം എ കോൾഡ് ബോഡി ടു എ ഹോട്ട് ബോഡി. അപ്പോൾ ഇതിൽ അക്കോർഡിംഗ് ടു ദി ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി സെക്കൻഡ് ലോ, ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സെക്കൻഡ് ലോ അനുസരിച്ച് ഇതിൽ പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ എ സെൽഫ് ആക്ടിംഗ് മെഷീൻ
unaided by an external agency to transfer heat from a body at a low temperature to a body at a higher temperature. അതായത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ എ സെൽഫ് ആക്ടിങ് മെഷീൻ, തന്നെത്താനെ എക്സ്റ്റേണൽ വർക്ക് ഇല്ലാതെ, അൺഎയ്ഡഡ് വിത്തൗട്ട് ദ ഹെൽപ്പ്, അൺഎയ്ഡഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഏജൻസി ടു ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം എ ബോഡി അറ്റ് എ ലോവർ ടെമ്പറേച്ചർ ടു എ ബോഡി അറ്റ് എ ഹയർ ടെമ്പറേച്ചർ. അതാണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സെക്കൻഡ് ലോ. ഓർ വി ക്യാൻ സേ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം എ കോൾഡ് ബോഡി ടു എ ഹോട്ട് ബോഡി വിത്തൗട്ട് എക്സ്റ്റേണൽ വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം.